സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. ആദരണീയരായ എല്ലാ രാമായണ ശ്രോതാക്കൾക്കും എൻ്റെ സാദരപ്രണാമം, സുസ്വാഗതം. ഉത്തരരാമായണ പഠനം ഇന്ന് 2-ാം ദിവസമാണല്ലോ. 1-ാം അധ്യായത്തിൽ 89-ാമത്തെ വരി മുതലാണ് നമുക്ക് ഇനി പാരായണം ചെയ്ത് പഠിക്കുവാനുള്ളത്. ബ്രഹ്മപുത്രനായ പുലസ്ത്യ തപോധനൻ്റെ ശാപത്താൽ ഗർഭവതിയായ തൃണബിന്ദുപുത്രിയിൽ വിശ്രവസ് എന്ന വിഖ്യാതനായ പുത്രനുണ്ടായി. അതുവരെയായിരുന്നു നമ്മൾ പാരായണം ചെയ്തത്. ഇനി വൈശ്രവണൻ്റെ ഉദ്ഭവം നമുക്ക് പാരായണം ചെയ്യാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അക്കാലം ഭരദ്വാജൻ തന്നുടെ പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസിന്നു നൽകി. പുലസ്ത്യമുനിയുടെയും തൃണബിന്ദുവിൻ്റെ മകളായ മാലിനിയുടെയും പുത്രനായ ആ വൈശ്രവണൻ വേദം ശ്രവിച്ചത് കൊണ്ടാണ് ഗർഭം ഉണ്ടായത്. അതുകൊണ്ടാണ് വിശ്രവസ് എന്ന പേര് വന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്രവസ് അച്ഛനെ പോലെ കാലാന്തരത്തിൽ ഒരു മഹാനായ മഹാത്മാവായ മഹർഷിയായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ യശസ് എല്ലായിടവും പരന്നു. അത് ഭരദ്വാജ മഹർഷിയുടെ കാതിലുമെത്തി. അദ്ദേഹം തൻ്റെ പുത്രിയായ ദേവവർണിനി എന്നും ഇളവിള എന്നും പറയും. നമ്മൾ ഇളവിള എന്നാണ് കൂടുതലും രാമായണത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഇളവിളയെ ആർക്ക് കൊടുത്തു? വിശ്രവസിന് കൊടുത്തു. അങ്ങനെ അവർ കുടുംബമായി കഴിഞ്ഞു വരവേ വിശ്രവസിന്നു സുതനായവൾ പെറ്റുണ്ടായി. വിശ്രുത കീർത്തിയോടെ വൈശ്രവണനുമന്നാൾ. ഈ ഇളവിളയുടെയും വിശ്രവസിൻ്റെയും പുത്രനായിട്ട് വൈശ്രവണൻ ഭൂജാതനായി. ദിവ്യവത്സരം 49,000 അവ്യാജം തപസ് ചെയ്താൻ നിരാഹാരനായേ. ഇദ്ദേഹവും ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു. 49,000 സംവത്സരങ്ങളാണ് തപസ് അനുഷ്ഠിച്ചത്. അതാണ് ഓരോരുത്തരുടെ ദൃഢ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ആ തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. എന്തൊക്കെയാ അദ്ദേഹത്തിന് കിട്ടിയത്? ദിക്പാലത്വവും നിധീശത്വവും കൊടുത്തിതു. പുഷ്പക വിമാനവും അക്കാലം വിധാതാവും. ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്തത്. ബ്രഹ്മാവിനെ മിക്കവാറും ഉള്ള എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് തപസ് ചെയ്യുന്നവരൊക്കെ ബ്രഹ്മാവിനെയോ ശിവനെയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഭക്തി മാത്രം ആഗ്രഹിക്കുന്നവർ വൈകുണ്ഠനാഥനെയാണ് തപസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ ബ്രഹ്മാവിനെ തപസ് ചെയ്താൽ വളരെ പെട്ടെന്ന് പ്രീതനാവുകയും ചെയ്യും. ബ്രഹ്മാവ് എന്ത് ചോദിച്ചാലും അങ്ങ് വാരിക്കോരി കൊടുക്കുന്നവനുമാണ്. അവസാനം അനുഭവിക്കുന്നതും എല്ലാവരും ചെന്ന് പരാതി പറയുന്നു അദ്ദേഹത്തോടാണല്ലോ. പിന്നെ അദ്ദേഹമാണ് വൈകുണ്ഠനാഥൻ്റെ അടുത്ത് പോയി വിവരങ്ങളൊക്കെ ധരിപ്പിച്ച് എല്ലാം ഒന്ന് നേരെയാക്കാനുള്ള മാർഗം ശരിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ല.
അദ്ദേഹത്തിന് കൊടുത്തത് എന്തൊക്കെയാണ്? ദിക്പാലത്വം. അഷ്ടദിക്പാലകന്മാരും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിഋതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ. ഇങ്ങനെ 8 പേരാണ് അഷ്ടദിക്പാലകന്മാർ. അതിൽ കിഴക്ക് ദിക്കിലുള്ളത് ഇന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തതിനകത്ത് ഞാനൊരു ചോദ്യം ഇട്ടിരുന്നു. വാസവ ദിക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്ക്. വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണല്ലോ. പിന്നെ തെക്ക് കിഴക്ക് അഗ്നികോണം. തെക്ക് യമൻ. എല്ലാവരും നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തെക്കോട്ട് പോയി എന്ന് പറയില്ലേ, അവിടെ തെക്ക് ദിക്കിന് കാക്കുന്നവനാണ് യമൻ. പിന്നെ തെക്ക് പടിഞ്ഞാറ് നിഋതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ. നമ്മളീ പറഞ്ഞ കുബേരൻ, വൈശ്രവണൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് കുബേരൻ. എന്തുകൊണ്ടത്? നിധീശത്വവും കൊടുത്തു. വടക്ക് കിഴക്ക് ഈശാനൻ. അങ്ങനെ 8 പേരായി. അതിലൊരുവനാവാൻ സാധിച്ചു ബ്രഹ്മാവ് കനിഞ്ഞരുളി. പിന്നെയോ നിധീശത്വം, സമ്പത്തിൻ്റെ അധിപൻ. പിന്നെ പുഷ്പക വിമാനവും അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാനായിട്ട് കൊടുത്തു. ഇതിൽ പറയാൻ എന്തു വേണം? വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ. വരങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടി ആദ്യം പോയത് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. വിശ്രവസനെ പോയി നമസ്കരിച്ചു. നന്ദനാഭ്യോദയങ്ങൾ കണ്ടു വിശ്രവസ്സും ആനന്ദം ഉൾക്കൊണ്ടു ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. തൻ്റെ മകന് ലഭിച്ചിരിക്കുന്ന ഈ ഐശ്വര്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. മകനെ ഗാഠഗാഠം ഉണർന്നു. അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും, ഇന്നെനിക്കിരിപ്പതിനെവിടെ സുഖമുള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ലഭിച്ചു. അപ്പം അദ്ദേഹം വൈശ്രവണൻ അച്ഛനോട് ചോദിക്കുകയാണ്, ഞാൻ ഇനി എവിടെ താമസിക്കണം എന്ന്. അപ്പം അദ്ദേഹം നിന്തിരുവടിയരുൾ ചെയ്യണമെന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞിതു വിശ്രവസതു നേരം. അച്ഛനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എവിടെയാണ് ഇനിയും താമസിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം അല്പനേരം ആലോചിച്ചതിന് ശേഷം തൻ്റെ മകനോട് പറഞ്ഞു, വിശ്വകർമാവ് നിർമ്മിച്ചിടിനാനല്ലോ പുരാ വിശ്വവിസ്മയകരമാക്കിയ ലങ്കാപുരം. പണ്ട് ദേവശില്പിയായ വിശ്വകർമാവ് ഒരു നഗരം ഉണ്ടാക്കിയിരുന്നു. വിശ്വവിസ്മയകരം. ലോകത്തിൽ ഇത്രയും അതിശയിപ്പിക്കുന്ന വിധമുള്ള ഒരു പട്ടണം അല്ലെങ്കിൽ ആ ഒരു നഗരം വേറെ എങ്ങുമില്ല. അതിൻ്റെ പേര് ലങ്കാപുരം എന്നാണ്. ദക്ഷിണാബ്ധിയിൽ ത്രികൂടാചലോപരി തത്ര രക്ഷോവീരന്മാർക്ക് വാണിടുവാൻ വിചിത്രമായി. ആ രക്ഷോവീരന്മാർക്ക്, രാക്ഷസന്മാർക്ക് പണ്ട് താമസിക്കാനായിട്ട് വിശ്വകർമാവ് ഇന്ദ്രൻ്റെ കൽപ്പനയനുസരിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തീർത്തു കൊടുത്ത ഒരു മനോഹരമായ പട്ടണമാണ് ലങ്കാനഗരം. അത് എവിടെയാണുള്ളത്? ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ. ത്രികൂടപർവ്വതം എവിടെയാണ്? തെക്കേ സമുദ്രത്തിന് മധ്യേ എന്നാണ്. അപ്പോൾ ഈ ലങ്കാപുരത്തെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു അധ്യാത്മരാമായണത്തിൽ. ഇത് അതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. യാതുദാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ
ആധിവേർപെട്ടു വസിച്ചിടിനാർ പലകാലം. അനേക വർഷങ്ങൾ ഈ യാതുധാനന്മാർ, രാക്ഷസന്മാർ അവിടെ സുഖമായിട്ട് താമസിച്ചു വരികയായിരുന്നു. ആതിഥേയന്മാരെ പീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ. അങ്ങനെയാണല്ലോ ആൾക്കാരിങ്ങനെ സുഖമായിട്ട് സന്തോഷത്തോടു കൂടി താമസിക്കുമ്പം അവർക്ക് അല്പം അഹങ്കാരമൊക്കെ വരും. അപ്പം ആ രാക്ഷസന്മാരെ വിചാരിച്ചു ദേവന്മാരെയൊക്കെ ഒന്ന് ശരിയാക്കി കളയാം, ദേവലോകം പിടിച്ചടക്കാമെന്ന്. അപ്പം ആദിനാരായണനായ സാക്ഷാൽ വൈകുണ്ഠനാഥൻ അവരെയൊക്കെ കൊല ചെയ്തു. ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നു പൊക്കാർ, ദോഷത്തെ നീക്കി തത്ര വസിക്കാം നിനക്കിപ്പോൾ. കുറച്ച് പേര് ബാക്കി ഉണ്ടായിരുന്നു, അവരെല്ലാം ഓടി പാതാളത്ത് പോയി. അവിടെ ഉണ്ടിപ്പം. അപ്പം ഇവിടെ ലങ്കാ നഗരം ഇപ്പോൾ വിജനമാണ്, അവിടെ ഒന്നും ആരുമില്ല. പക്ഷേ മനോഹരമായ വാസയോഗ്യമായ പുരം അവിടെ ഇപ്പോഴും ഉണ്ട്. അവിടെ നിനക്ക് പോയി താമസിക്കാമെന്ന് പറഞ്ഞു. എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി ചെന്ന അതിവിചിത്രമായി നിർമ്മിച്ച രാജധാനി തന്നിലാമാറു സുഖിച്ചിരുന്നു വൈശ്രവണൻ. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് നേരെ ലങ്കയിലേക്ക് പോയി. അവിടെ സുഖമായിട്ട് വീണ്ടും അദ്ദേഹം അതിനെയൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചു. എല്ലാ സ്വർണ്ണ ഗോപുരങ്ങളും സ്വർണ്ണ കൊട്ടാരങ്ങളും സ്വർണ്ണ കൊടിമരങ്ങളും പിന്നെ സ്വർണ്ണ മതിലുകളും എന്ന് വേണ്ട. അദ്ദേഹത്തിനുണ്ടോ എന്തിനും പൈസയുടെ പഞ്ഞമൊന്നുമില്ലല്ലോ, ധനത്തിൻ്റെ അധീശനാണ്, എത്ര വേണേലും എടുത്ത് ചിലവാക്കാം. അങ്ങനെ ആ ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ ഒരു കൊട്ടാരം പണിതു. അതുപോലെ ആ ലങ്കാ നഗരം മുഴുവനും സ്വർണമയമാക്കി. മന്നവ കേട്ടാലും എന്ന അഗസ്ത്യനരുൾ ചെയ്തു. അങ്ങനെ ഈ ചരിത്രമൊക്കെ അഗസ്ത്യൻ രാമനോട് പറഞ്ഞു. രാമചന്ദ്രനുമപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൻ മാമുനി പ്രവരനാം അഗസ്ത്യനോടുമുദാ. അപ്പോൾ രാമദേവന് എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നി. ആ ചോദ്യം വീണ്ടും അഗസ്ത്യമുനിയോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? പുലസ്ത്യകുലോദ്ഭവന്മാർ നിശാചരന്മാരെന്ന് പലർക്കും മതമതേ കേട്ടിട്ടുള്ളിതു ഞാനും. രാക്ഷസരതിൽ മുമ്പേ ഉണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും സാക്ഷാൽ ശ്രീനാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ചെയ്തിടണം എന്നോട് തപോനിധേ. അല്ലയോ താപസശ്രേഷ്ഠ, ഈ പുലസ്ത്യകുലത്തിൽ പിറന്നവരൊക്കെ രാക്ഷസന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പുലസ്ത്യന്മാർക്ക് അപ്പുറമുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. പുലസ്ത്യമുനിക്ക് അപ്പുറമുള്ള അവിടെ നിന്നാണ് രാക്ഷസകുലം ഉണ്ടായതെന്ന് അറിയാം. അതിനെപ്പറ്റി ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഉണ്ടായ ആ രാക്ഷസന്മാരെ പറ്റി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവരെങ്ങനെയാണ് ലങ്കയിൽ വാസമുറപ്പിച്ചത്? എന്തുകൊണ്ടാണ് നാരായണൻ അവരെ വധിച്ചത് എന്നൊക്കെ ആ തോന്നിയ സംശയം രാമദേവൻ അഗസ്ത്യനോട് ചോദിച്ചു. ഇനി യക്ഷരക്ഷസുകളുടെ ഉദ്ഭവം. രക്ഷസ് എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ. നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നു, യക്ഷ കിന്നര ഗന്ധർവാപ്സരസ് ഇങ്ങനൊക്കെ. അപ്പം ഇതിനകത്തിൽ യക്ഷന്മാരെ പറ്റിയും രാക്ഷസന്മാരെ പറ്റിയാണ് ഇപ്പം പറയുന്നത്. അംഭോജവിലോചനനിങ്ങനെ ചോദിച്ചപ്പോൾ കുംഭസംഭവൻ തെളിഞ്ഞഖിലമറിയിച്ചാൻ.
അംഭോജ വിലോചനൻ താമരക്കണ്ണനായ രാമദേവൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ കുംഭസംഭവൻ, കുടത്തിലുണ്ടായവൻ, ഇവിടെ അഗസ്ത്യമുനിയെ പറ്റിയാണ് പറഞ്ഞത്. അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞു. അംഭോജോദ്ഭവൻ, നോക്കണേ, അംഭോജോദ്ഭവൻ, അംഭോജം താമര, താമരയിൽ ജനിച്ചവൻ ആരാണ് ഇവിടെ? ബ്രഹ്മാവ്. തപശക്തി കൊണ്ടാധികാലെ അംഭസാപുരം നിർമ്മിച്ചിടിനോരനന്തരം. സൃഷ്ടിയുടെ സമയത്താണ് ഈ പറയുന്നത്. പണ്ട് സൃഷ്ടി പ്രപഞ്ചോൽപ്പത്തിയുടെ സമയത്തുണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. 7 മഹർഷിമാരുണ്ടായി, പിന്നീട് മൃഡന്മാരുണ്ടായി, ഏകാദശന്മാർ, പിന്നെ വസിഷ്ഠൻ, ദക്ഷൻ, കർദമൻ, നാരദൻ, ജാംബവാൻ, ഗർഗൻ, സരസ്വതി തുടങ്ങിയവരും ബ്രഹ്മാവിൽ നിന്നുണ്ടായി. ഇവരെല്ലാം നമ്മൾ സ്വയംഭൂമാരെന്ന് പറയാറുണ്ട്. അദ്ദേഹം ആ സൃഷ്ടി, അവരെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല, പ്രപഞ്ചത്തിൽ പിന്നെ സൃഷ്ടി മുന്നോട്ട് പോകുന്നില്ലെന്ന് അറിഞ്ഞിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? തൻ്റെ ശരീരം 2ആയി പകുത്ത് വലത് ഭാഗം കൊണ്ട് പുരുഷരൂപവും ഇടത് ഭാഗം കൊണ്ട് ഒരു സ്ത്രീരൂപവും സൃഷ്ടിച്ചു. അങ്ങനെ സ്വയംഭൂമനുവും ശതരൂപാദേവിയും ആദ്യത്തെ ദമ്പതിമാരാണ്. അവരിൽ നിന്നാണ് സൃഷ്ടി പരമ്പര ഉണ്ടായത്. അതിൽപ്പെട്ടവരാണ് രാക്ഷസന്മാരും യക്ഷന്മാരും ഒക്കെ തന്നെ. ഇപ്പം ഇവിടെ പറയുന്നത്, ബ്രഹ്മാവ് സൃഷ്ടിച്ചാൻ ചിലരെ അന്നേരത്തു തൊഴുതവർ സൃഷ്ടികർത്താവിനോട് ചോദിച്ചാർ, ഞങ്ങൾക്കെല്ലാം പൈതാകാദികൾ തീർപ്പാൻ എന്തു സാധനമെന്ന് ജാതസംഭ്രമത്തോടു ചോദിച്ചോരനന്തരം. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തുടരവേ സൃഷ്ടിയിൽപ്പെട്ട കുറേ പേര് ചോദിച്ചു, ഞങ്ങൾക്ക് ദാഹവും വിശപ്പും തീർപ്പാൻ എന്താണ് ഒരു മാർഗം എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചു. ജാതസംഭ്രമത്തോടുണ്ടായ ഉള്ളിലുണ്ടായ സംഭ്രമത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ആകെ വിശന്ന് വലയുന്നുണ്ടാവും. അപ്പം മന്ദഹാസവും പൂണ്ട് രക്ഷ്യതാമെന്നു ചൊന്നാൻ. ബ്രഹ്മാവ് സന്തോഷത്തോടു കൂടി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ രക്ഷിച്ചുകൊള്ളാം, നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഞാൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് അങ്ങോട്ട് ഒരു സംശയം ആയി തീർന്നു. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ചോദിക്കുകയാണ്. മന്ദന്മാരത് കേട്ടു രക്ഷ്യാമോ മയമെന്നാർ, ഞങ്ങളെ രക്ഷിക്കുമോ എന്ന് ചിലർ ചോദിച്ചു. മന്ദന്മാരെന്നാണ് ഇവിടെ പറയുന്നത്. അത്ര ബുദ്ധി ഉറച്ചവരല്ലായിരുന്നു. അപ്പോൾ ചിലരോ, എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോ വയമെന്നാർ, യക്ഷ്യാമോ എന്നും ചിലർ ചോദിച്ചു. അർണോജാസനപ്പോൾ അവരോടരുൾ ചെയ്താൻ, എന്നോട് നിങ്ങൾ യുദ്ധം ചൊന്ന കാരണത്തിനാൽ രക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരെല്ലാം ഇനി യക്ഷന്മാരെന്നു അരുൾ ചെയ്തിതു 2 വിധം. രക്ഷ്യാമോ എന്ന് ചോദിച്ചവർ ഒക്കെ തന്നെ രാക്ഷസന്മാരെ ആയി മാറിയെന്നും യക്ഷ്യാമോ എന്ന് ചോദിച്ചവരൊക്കെ യക്ഷന്മാരായി തീർന്നെന്നും ഇവിടെ പറയുന്നു. അതങ്ങനെ തീർത്തതാരെ? ബ്രഹ്മാവ് തന്നെ അവർക്ക് ആ ജാതി കൽപ്പിച്ചു കൊടുത്തു. രക്ഷോജാതികളിൽ വെച്ചുത്തമന്മാരായി വന്നാർ അക്കാലം ഹേതിയെന്നും മറ്റവൻ പ്രഹേതിയും. അപ്പം അതിൽ രാക്ഷസ കുലത്തിൽ പിറന്ന വളരെ പേരുകേട്ട 2 പേരാണ് ഹേതി എന്നും പ്രഹേതി എന്നും പേരുള്ളവർ. ജ്യേഷ്ഠനായുള്ള ഹേതി, അതിൽ ജ്യേഷ്ഠനാരാണ്? ഹേതി. കാലൻ തൻ ഭഗിനിയെ വേട്ടിട്ടു ഗൃഹസ്ഥധർമ്മത്തെ രക്ഷിപ്പാനായി. ഹേതി യമന്റെ സഹോദരിയെ
വേളി കഴിച്ചു. അങ്ങനെ അവർ കുടുംബജീവിതം നയിച്ചു. ബ്രഹ്മചര്യത്തോടിരുന്നീടിനാൻ പ്രഹേതിയും. അനുജനായ പ്രഹേതി അവിവാഹിതനായി നിത്യബ്രഹ്മചാരിയായി കഴിഞ്ഞുകൂടി. നിർമ്മലനായ ഹേതിക്കുണ്ടായി തനയനും. ഹേതിക്ക് ഒരു പുത്രനുണ്ടായി. വിദ്യുൽക്കേശാഖ്യൻ അവൻ എത്രയും ഗുണവാനായി ഉദ്യോത ശരീരനായി വർത്തിച്ചിടിന കാലം. വിദ്യുൽക്കേശൻ എന്ന പേരോടുകൂടി ഹേതിക്ക് ഒരു സൽപുത്രൻ ഉണ്ടായി. നല്ല സൗന്ദര്യമുള്ള ശരീരമാണ് അവന്. അങ്ങനെ യൗവനയുക്തനായ ആ വിദ്യുൽക്കേശൻ അങ്ങനെ വർത്തിച്ചു വരവേ സുന്ദരിയിൽ സാലകടങ്കടയാം സുന്ദരി നാമം പൂണ്ട സന്ധ്യാനന്ദന തന്നെ കൈക്കൊണ്ടാൻ കുതൂഹലാൽ. സാലകടങ്കട എന്ന സുന്ദരിയായ ഒരു തരുണീരത്നത്തെ, അതാരാണ്? സന്ധ്യയുടെ പുത്രിയാണ്. അങ്ങനെ പരിണയിച്ചു. ആര്? വിദ്യുൽക്കേശൻ. കന്ദർപ്പവിവശനായി സന്ധ്യാനന്ദനയോടും നന്ദിച്ചു ലോകങ്ങളിൽ സഞ്ചരിച്ചിടുങ്കാലം. അവര് ആ ദമ്പതിമാരിങ്ങനെ മദനാർത്തരായി കാമലീലകളോടുകൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ലോകം മുഴുവനും. ദേശ സഞ്ചാരം ചെയ്യുകയാണ്. പിക്നിക് എന്ന് വേണേൽ നമുക്കിപ്പോൾ പറയാം, അല്ലെങ്കിൽ ഹണിമൂണ്. എന്തായാലും അവരിങ്ങനെ ദേശം തോറും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദിച്ചു ലോകങ്ങളിൽ സഞ്ചരിച്ചിടും കാലം മന്ദരഗിരി തടം പ്രാപിച്ച നേരം ഒരു നന്ദനൻ തന്നെ സന്ധ്യാപുത്രിയും പ്രസവിച്ചാൾ. മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു പുത്രനെ പ്രസവിച്ചു. ആര്? ഈ സന്ധ്യാപുത്രിയായ സാലകടങ്കട. അവർക്ക് ലീലകളൊന്നും മതിയായില്ല. നന്ദനൻ തന്നെ പരിത്യജിച്ചു യഥാരുചി കന്ദർപ്പലീല പൂണ്ടു പിന്നെയും നടകൊണ്ടാർ. തനിക്കുണ്ടായ ആ ഓമന പൈതലിനെ, തങ്ങൾക്കുണ്ടായ ആ ഓമന പൈതലിനെ അതിനിർദ്ദയം അവിടെ തന്നെ ആ മലയോരത്തിലെ ഒരു എന്താ പറയുന്നത്, കുറച്ച് പച്ചിലകളൊക്കെ ഒടിച്ചിട്ട് അവിടെ ഇട്ട് അതിലേക്ക് വെച്ചു. അവരവരുടെ വഴിക്ക് പോയി. ഭൂതലേ കിടന്നതിദാരുണനാദത്തോടു രോദനം ചെയ്താനല്ലോ ബാലനുമതു നേരം. പിറക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പിറക്കുന്നത്. ഇതിപ്പോൾ ആരും അടുത്തുമില്ല. ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി കുഞ്ഞ്. ആകാശമാർഗേ മഹാദേവനും മഹാദേവിയും ആയേകാന്തേ സരവസമെഴുന്നള്ളുമ്പോൾ മുതാ കാണായി തേജസ്സൊടും ബാലനെ താഴത്തത്ര വന്യഭൂമിയിൽ കിടക്കുന്നത് താനേ തന്നെ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആ പൈതലിനെ ആര് കണ്ടു എന്നാ പറഞ്ഞത്? ആകാശവീതിയിൽ കൂടി പരമശിവനും പാർവതിയും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ രോദനം കേട്ട് അവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. കാരുണ്യം പൂണ്ട ദേവി തന്നുടെ വചനത്താൽ ആരണ്യദേശേ കീഴ്പോട്ടിറങ്ങി മഹേശനും. ലോകമാതാവായ ദേവിക്ക് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒട്ടും സഹിച്ചില്ല. പതിയോട് പറഞ്ഞു, മഹാദേവ, നമുക്ക് താഴ്വക്ക് ഇറങ്ങി ആ കുട്ടിയെ നോക്കാം. ആരോരും ഇല്ലാതെ കരയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും താഴ്വയ്ക്ക് ഇറങ്ങി വന്നു. ദേവിയും എടുത്തു തന്മുലയും കൊടുത്തിതു ദേവനും പ്രസാദിച്ചു വരവും നൽകിയിടിനാൻ. നോക്കണേ, ആരുമില്ലാത്തവർക്ക് ഭഗവാൻ ഉണ്ടെന്ന് പറയുന്ന ഇതാണ്. ആ ചോര കുഞ്ഞിന്
ആരോരും അഭയമില്ല, വിജനമായ വനത്തിൽ കിടക്കുകയാണ്. അതാ ദൈവനിയോഗം പോലെ വന്നിരിക്കുന്നു. ആരാണ്? സാക്ഷാൽ പരമേശ്വരനും പാർവതിയും. പാർവതീ ദേവിയുടെ സ്തനം നുകരാനുള്ള ആ ഭാഗ്യമാണ് ആ കുഞ്ഞിന് കിട്ടിയത്. അതുപോലെ മഹേശൻ വരവും കൊടുത്തു. അപ്പം നമ്മൾക്ക് ആർക്കും ഒന്നുകൊണ്ടും ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല, ഒന്നിനും. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ആരുമില്ലെന്ന് വന്നാൽ ദൈവം തുണയായിട്ട് എത്തിക്കോളും. മൽപരിചാരകനായി വാഴുക മേൽനാളെന്ന് മുപ്പുരവൈരിയും ഒരു വരവും നൽകിയിടിനാൻ. ഇനി മുതൽ എൻ്റെ ഭക്തനായിട്ട് നീ കഴിഞ്ഞോളൂ എന്ന കുട്ടിക്ക് വരവും കൊടുത്തു. അപ്രദേശാന്തേ നല്ലൊരാലയമുണ്ടായി വന്നിത് അപ്പോഴേ ഭവിച്ചിതു യൗവനം കുമാരനും. പെട്ടെന്ന് യൗവനയുക്തനായി തീർന്നു. അവിടെ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ ഒന്നാം തരം ഒരു ഗൃഹവും ഉണ്ടായി ആ വനപ്രദേശത്ത്. ആത്മസന്തോഷം കൈക്കൊണ്ട് ഈശ്വരി ദേവി താനും ആത്മജന്മാരുമുണ്ടായി വരികന്നരുൾ ചെയ്തു. ദേവിയും വരം കൊടുത്തു. എന്താ പറഞ്ഞത്? നല്ല സുപുത്രർക്കൊക്കെ ജന്മം നൽകി നീ കുടുംബത്തോടു കൂടി ഇവിടെ തന്നെ കഴിഞ്ഞോളൂ എന്ന്. നാമവും സുകേശനെന്നരുളി ചെയ്തു നാഥനാമയും തീർന്നു വണങ്ങിടിനാൻ സുകേശനും. ഭഗവാൻ പരമശിവൻ തന്നെ ഈ കുഞ്ഞിന് സുകേശൻ എന്ന നാമവും ഇട്ടു. സന്തോഷമായിട്ട് കഴിഞ്ഞോളൂ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും മറഞ്ഞു. പുഷ്കരദേശത്തിങ്കൽ ശില്പമായുള്ള പുരം പൊക്കു സൗഖ്യേന വസിച്ചിടിനാൻ സുകേശനും. അങ്ങനെ പരമശിവനാൽ നൽകപ്പെട്ട ആ മനോഹരമായ ഗേഹത്തിൽ സുകേശൻ സന്തോഷമായിട്ട് താമസിച്ചു വരികയാണ്. അന്തകാന്തക ഭൃത്യൻ തന്മഹിമാനം കണ്ട് ഗന്ധർവപ്രവരനാം ഗ്രാമണിയതു കാലം തന്നെ വേദവതിയാകിയ തനൂജയെ ധന്യനാം സുകേശനു കൊടുത്താൻ മടിയാതെ. ആരുടെ ഭക്തനാണ്? പരമശിവ ഭക്തനായ സുകേശൻ ഇങ്ങനെ ധന്യനായി കഴിയുകയാണ്. അദ്ദേഹത്തിനെ പറ്റി കേട്ടറിഞ്ഞ ഗന്ധർവപ്രവരനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഗന്ധർവന്റെ ഗ്രാമണി. ഗ്രാമണി എന്ന ഗന്ധർവന്റെ പുത്രിയായ വേദവതിയെ ഈ സുകേശന് കൊടുത്തു. ശാല്യന്മാരല്ലാതെ കണ്ടുണ്ടായി സുകേശന് മാല്യവാൻ സുമാലിയും മാലിയും എന്നു മൂവർ. അങ്ങനെ ആ സുകേശ വേദവതി ദമ്പതിമാർക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി. ചാല്യന്മാരല്ലാതെ കണ്ടുണ്ടായി. ചാല്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാലും തോൽപ്പിക്കാൻ സാധ്യമല്ലാത്ത അത്രയ്ക്ക് അതിശക്തന്മാരായ 3 പുത്രന്മാരാണ് ഉണ്ടായിരിക്കുന്നത്. മാല്യവാൻ സുമാലിയും മാലിയും എന്നു മൂവർ. അവരുടെ 3 പേരുടെയും പേരും കേട്ടല്ലോ. ഇതൊക്കെയാണ് മാല്യവാൻ, സുമാലി, മാലി. പുത്രന്മാർ മഹാബല വിക്രമകീർത്തിയോടും ശക്തി പൂണ്ടൊരുമിച്ചു തപസ്സു തുടങ്ങിനാർ. ഇവരെല്ലാവരും ആദ്യത്തെ ജോലി അവരുടെ തപസ്സാണ്. അതാണ് അവരുടെ ലക്ഷ്യം. തപസ് ചെയ്ത് അവർക്ക് എന്താഗ്രഹമുണ്ടോ അത് നേടുക. അതിനുശേഷമേ അവർ മറ്റെന്തും ചെയ്യൂ എന്നുള്ള ഒരു ചിട്ടയാണ് അവർക്ക്.
മേരു സന്നിധോ നിരാഹാരന്മാരായി നിന്നു വാരിജോദ്ഭവൻ തന്നെ ചിന്തിച്ചു ചിരകാലം. മേരുപർവ്വതത്തിൻ്റെ താഴ്വരയിൽ വന്നിട്ട് അവർ തപസ് തുടങ്ങി. ആരെയാണ് ഇവിടെ തപസ് ചെയ്തത്? വാരിജോദ്ഭവനെ, ബ്രഹ്മാവിനെ തന്നെ തപസ് ചെയ്തു. അങ്ങനെ നിന്നതു കണ്ടു ചതുർമുഖനും പ്രസാദിച്ചു ചൊന്നവർ ചൊന്ന വരമെല്ലാമേ നൽകിയിടിനാർ. അവരാവശ്യപ്പെട്ട വരങ്ങളൊക്കെ തന്നെ കൊടുത്തു. പുഷ്കരോദ്ഭവൻ മറഞ്ഞിടിനോരനന്തരം രക്ഷോ വീരന്മാർ തത്ര തപസ്സും സമർപ്പിച്ചാർ. വേണ്ട വരങ്ങളൊക്കെ അരുളിയിട്ട് ബ്രഹ്മാവ് അവിടെ വന്ന് മറഞ്ഞു. അവരവരുടെ തപസ്സൊക്കെ എന്താ പറയുന്നത് പൂർണ്ണമാക്കി. അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അവിടെ നിന്നും തിരിച്ചു. ലോകവാസികളെയും പീഡിപ്പിച്ചവരെല്ലാം ആകുലമകന്നു വാണിടിനാരത് കാലം. ഇവിടെ എന്താ പറഞ്ഞത്? ലോകവാസികളെയൊക്കെ പീഡിപ്പിച്ചു. അവരപ്പോൾ ലോകോപദ്രവകാരികളായിട്ടാണ് മാറിയത്. പക്ഷേ ഈ ലോകോപദ്രവകാരികൾക്ക് അവരുടേതായ എന്താണ്? ആകുലമകന്നുവാണ്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, യാതൊരു ദുഃഖവുമില്ല. ബാക്കിയുള്ളവരെ ദുഃഖിപ്പിക്കുക എന്നാണ് അവരുടെ ഒരു ജോലി. വിശ്വകർമാവ് തന്നെ വിളിച്ചു ചൊന്നാരവർ വിശ്വവിസ്മയകരമാക്കിയ പുരം ഭവാൻ നിർമ്മിച്ചു തന്നിടുക ഞങ്ങൾക്ക് എന്നതു കേട്ടു നിർമ്മലനായ വിശ്വകർമാവ് മുര ചെയ്താൻ. ഭയങ്കര ബലവാന്മാരാണ്. അവർ പറയുന്നത് കേൾക്കാതിരിക്കാനും സാധ്യമല്ല. വിശ്വകർമാവിനെ വിളിച്ചുടനെ കൽപ്പിച്ചു, ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ലോകോത്തരമായ ഒരു ഒന്നാം തരം ഗൃഹം നിർമ്മിച്ചു തരണം എന്ന് പറഞ്ഞു. ഗൃഹം എന്ന് പറഞ്ഞാൽ എല്ലാ സജ്ജീകരണത്തോടും കൂടിയ വെറും ഒരു ഗൃഹം മാത്രം പോരാ, അതിന് വേണ്ടുന്ന ചുറ്റുപാടുകളെല്ലാം വേണം. അപ്പോൾ ഒരു പട്ടണം തന്നെ. അതാണ് പുരം എന്ന് പറഞ്ഞത്. അത് കേട്ട് ആ മഹാനായ ശുദ്ധഹൃദയനായ വിശ്വകർമാവ് ഇപ്രകാരം പറഞ്ഞു: മുന്നം ഞാൻ അമരേന്ദ്രൻ തന്നുടെ നിയോഗത്താൽ ഉന്നതമായ ത്രികൂടാചലോപരി തീർത്തേൻ. 30 ഗാതദ്വയ വിസ്തൃതമായിട്ട് അതിശില്പമായൊരു പുരം ദക്ഷിണോദധിമധ്യേ. പണ്ട് അമരേന്ദ്രൻ തന്നുടെ നിയോഗത്താൽ, ദേവേന്ദ്രന്റെ നിയോഗത്താൽ ത്രികൂടാചലോപരി തീർത്തേൻ. ത്രികൂടപർവ്വതം, എവിടെയുള്ള ത്രികൂടപർവ്വതമാണ്? തെക്കേ സമുദ്രത്തിന് മധ്യത്തിലുള്ള ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ ഒന്നാം തരം ഒരു നഗരം തീർത്തിട്ടുണ്ട്. 30 കാതദ്വയ വിസ്തീർണം, 30 കാതം നീളവും 30 കാതം വീതിയും ആയിട്ട് ഏകദേശം സമചതുരത്തിലായിരിക്കണം. അപ്പം അവിടെയുള്ള ആ ലങ്കാനഗരത്തിൻ്റെ വിസ്തീർണത്തെ പറ്റിയാണ് പറഞ്ഞത്. ലങ്കയെന്നല്ലോ നാമം അവിടെ ഇരിക്ക പോയി ശങ്ക കൂടാതെ ശത്രുപീഡയുമുണ്ടായി വരാം. നിങ്ങൾ പോയിട്ട് അവിടെ വസിച്ചോളൂ. അവിടെ ഇപ്പോൾ ആരുമില്ല. അതിൻ്റെ പേര് ലങ്ക എന്നാണ്. അവിടെ താമസിക്കാൻ യാതൊരു ശങ്കയും വേണ്ട എന്നതു കേട്ട നേരം മൂവരും ഒരുമിച്ചു ചെന്നു ലങ്കയിൽ വസിച്ചിടിനാർ സുഖത്തോടെ. അപ്പോൾ ആ ലങ്കാ നഗരത്തിൻ്റെ അധിപതികളായിട്ട് ആരൊക്കെയാണ് പോയി താമസിക്കാൻ പോയത്? മാല്യവാൻ, സുമാലി, മാലി, 3 സഹോദരങ്ങൾ പോയി അവിടെ അങ്ങോട്ട് താമസം തുടങ്ങി. നർമ്മദയായ ഗന്ധർവ സ്ത്രീതൻ മക്കളെയും സമ്മാനിച്ചവർക്ക് നൽകിയിടിനാളത് കാലം. നർമ്മദ എന്നു പേരായ ഗന്ധർവ സ്ത്രീയുടെ 3 പെൺമക്കളെയും ഇവർക്ക് വേളി കഴിച്ചു കൊടുത്തു. ഉത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്ത് എത്രയും ആനന്ദിച്ചു വസിച്ചാരതു കാലം. ഉത്ര നക്ഷത്രത്തിലാണെന്ന് തോന്നുന്നു അവരുടെ വിവാഹം നടന്നത്. എന്തായാലും അവർ 3 പേരും അങ്ങനെ ദമ്പതിമാര് ആയി.
കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. ലങ്കയിൽ സുന്ദരി എന്നു പേരാ മാല്യവാനുടെ പത്നി, സുന്ദരഗാത്രി പെറ്റിട്ടുണ്ടായി പുത്രന്മാരും. മത്തനുന്മത്തനും വജ്രദംഷ്ട്രനും പിന്നെ സുപ്തഘ്നൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവരേഴുപേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും അനലയെന്നു പേരായി. മാല്യവാൻ സുന്ദരി ദമ്പതിമാരിൽ ഉണ്ടായ പുത്രന്മാരുടെ പേരുകളൊക്കെ കേട്ടില്ലേ? മത്തൻ, ഉന്മത്തൻ, വജ്രദംഷ്ട്രൻ, സുപ്തഘ്നൻ, വിരൂപാക്ഷൻ, ദുർമുഖൻ, യജ്ഞാന്തകൻ, 7 പേര്. ഈ പേരുകളൊക്കെ നമ്മൾക്ക് വളരെ സുപരിചിതമാണ്. എങ്ങനെ ഓർക്കുന്നുണ്ടാവും രാമരാവണ യുദ്ധത്തിൽ ഇവരൊക്കെ ആയുധമേന്തി വന്നതുമൊക്കെ. അങ്ങനെ അവർ 7 സഹോദരന്മാരെ, പിന്നെ ഒരു സോദരി അവർക്ക്. അവളുടെ പേരെന്തായിരുന്നു? അനല. അത് കഴിഞ്ഞ് പിന്നെ സുമാലിതൻ വല്ലഭ കേതുമതി തന്നുടെ പുത്രന്മാരായി 10 പേരുണ്ടായി വന്നു. സുമാലി കേതുമതി ദമ്പതിമാർക്ക് 10 പുത്രന്മാരുണ്ടായിരുന്നു. മന്നവ ചൊല്ലിയിടുവൻ അവർകളുടെ പേരും. അതിനു മുമ്പിട്ട് ഒരു വരി കൂടെ ഉണ്ടായിരുന്നല്ലോ. കന്യകമാരും 4 പേരുണ്ടായി സുമാലിക്കും. 10 പുത്രന്മാരും 4 പുത്രിമാരും സുമാലിക്ക് ഉണ്ടായി. മന്നവ ചൊല്ലിയിടുവൻ അവർകളുടെ പേരും. അവരുടെയൊക്കെ പേര് അല്ലയോ രാമ, രാജാവേ, ഞാൻ ചൊല്ലാം എന്നാരായി പറയുന്നത്? അഗസ്ത്യമുനി പറയുകയാണ്. പ്രഹസ്തൻ വികടനും ധൂമ്രാക്ഷനാകമ്പനൻ മഹത്വമേറും സുപാർശ്വൻ ദണ്ഡൻ സംഹ്രാദിയും പ്രജംഘൻ കാലധനുസും ഭാസശ്രവണനും ബകയും പുഷ്പോത്കട കൈകസി കുംഭീനസി സുഖവും മനസി വർദ്ധിച്ചതു സുമാലിക്കും. പേനിയും സുമാലി വല്ലഭ ദമ്പതിമാരുടെ പുത്രീപുത്രന്മാരുടെ പേരുകളാണ് പറയുന്നത്. പ്രഹസ്തൻ 1000 തവണയല്ല, അതിൽ കൂടുതൽ തവണ നമ്മൾ യുദ്ധകാണ്ഡത്തിൽ കേട്ടത് ആ പ്രഹസ്തനെ പറ്റി അല്ലേ? രാവണന്റെ പ്രധാന സേനാപതി. പിന്നെ വികടൻ, ധൂമ്രാക്ഷൻ, അകമ്പനൻ, സുപാർശ്വൻ, ദണ്ഡൻ, സംഹ്രാദി, പ്രജംഘൻ, കാലധനുസ്, ഭാസശ്രവണൻ, ബക, പുഷ്പോത്കട, കൈകസി, കുംഭീനസി. ഇങ്ങനെയാണ് അവരുടെ പേരുകൾ. തനയന്മാരായി മാലിക്കുണ്ടായി വസുധ പെറ്റാനലനിലനും വരനും സമ്പാദിയും പുത്രന്മാരോടും പടയോടും ഒന്നിച്ചു നടന്നെത്രയും പീഡിപ്പിച്ചാരവരും ജഗത്രയം. മാലിയുടെ പത്നിയായ വസുധയ്ക്ക് ആരൊക്കെയാണ്? അനിലന്, വരൻ, സമ്പാദി, ഇങ്ങനെ 3 പുത്രന്മാർ. ഇവരെല്ലാവരും കൂടെ അതിശക്തന്മാരാണ്. അവരുടെ ഒപ്പം പടകളുമുണ്ട്, രാക്ഷസ പടയുമുണ്ട് അതിശക്തന്മാരായ. ഇവരൊക്കെ ലോകോപദ്രവകാരികളായിരുന്നെന്നാണ് പറയുന്നത്. 3 ലോകത്തെയും പല തരത്തിൽ അവര് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ദേവതാപസ ഗന്ധർവോരകന്മാരും പരിദേവനത്തോടും ഒളിച്ചിടിനാർ ഗുഹതോറും. ഇവരെ പേടിച്ച് ദേവന്മാരും താപസന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഉരകന്മാർ ഓരോരോ ഗുഹയ്ക്കുള്ളിൽ പോയി ഒളിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾക്കും അല്പസമയത്തേക്ക് ഒളിവിൽ പോകാം. ഇവരെ പേടിച്ചിട്ടൊന്നുമല്ല, കൊറോണയെ പേടിച്ചിട്ടുമല്ല. നമുക്ക് സമയപരിമിതി മൂലമാണ് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു. എല്ലാ ധന്യാത്മാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ
പ്രണാമങ്ങൾ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.